അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണത്തെക്കുറിച്ചും ഒരു മഹത്തായ നിലപാടിനെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 33-ാമത്തെ വചനം, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅത്തു ദുഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും സമമാവുകയില്ല. ഈ ഒരു ആയത്ത് ഒരു മനുഷ്യൻ നമ്മോട് ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനുള്ള ഏറ്റവും മഹത്തായ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ലോകത്തോടുള്ള സന്ദേശമാണ് ഈ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് ഏതാണോ അതുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. അതുകൊണ്ട് തന്നെ തിന്മയെ തിന്മ കൊണ്ടല്ല പ്രതിരോധിക്കേണ്ടത് എന്നും ഏറ്റവും നല്ലത് ഏതാണോ അതുകൊണ്ട് പ്രതിരോധിക്കണമെന്നുമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം, നിനക്കും മറ്റാര് തമ്മിലുമാണോ ശത്രുതയുള്ളത്, ആ ശത്രുതാ മനോഭാവമുള്ള വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യത്തെ ഏറ്റവും നല്ല സുഹൃത്ത് ബന്ധമുള്ള വലിയുൻ ഹമീം, പ്രിയപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ അത് മാറുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ മനുഷ്യനെപ്പോഴും തിന്മയെ തിന്മ കൊണ്ട് നേരിടുവാൻ, അത് വീണ്ടും വീണ്ടും വർദ്ധിക്കുകയും കൂടുതൽ കൂടുതൽ വഷളാവുകയും പ്രശ്നങ്ങളാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ ഏറ്റവും നല്ലത് കൊണ്ട് അതിനെ പ്രതിരോധിക്കുക, അതുവഴി അവനെ ഏറ്റവും നല്ല സുഹൃത്തുക്കളെയും നല്ല ബന്ധങ്ങളെയും സൃഷ്ടിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.